പത്തനംതിട്ട നിരണത്ത് അമ്മയെയും 2 പെൺമക്കളെയും കാണാതായെന്ന പരാതി. നിരണം സ്വദേശി റീന കെ ജെയിംസ്, മക്കളായ അക്ഷര, അൽക്ക എന്നിവരെയാണ് കാണാതായത്. അമ്മയും മക്കളും സ്വകാര്യ ബസ്സിൽ കയറുന്നതിന്റെയും ഇറങ്ങുന്നതിന്റെയും CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ദിവസത്തോളമായി ഇതുവരെ കണ്ടുകിട്ടിട്ടില്ല. അവളും 2 പെൺകുഞ്ഞുങ്ങളാണ് അവിടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇപ്പം സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ്. എന്തെങ്കിലും ആപത്ത് പറ്റിയോ, ഇവിടെ എവിടെയാണെന്ന് ഒരു തുമ്പം. നമുക്ക് ബന്ധുക്കാരെ ചർച്ചക്കാരെ നമുക്ക് അറിയാവുന്നിടത്തെല്ലാം നമ്മൾ പോകേണ്ടടുത്ത് പോയി, ഫോൺ വിളിച്ച് ചോദിക്കേണ്ടടുത്ത് ഫോൺ വിളിച്ച് ചോദിച്ചു. 2 പെൺകുഞ്ഞുങ്ങളെ അതോർത്ത് വളരെ ടെൻഷനുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ SP ഓഫീസിൽ കൊണ്ട് ഇന്നലെ ഞങ്ങൾ കൊണ്ടുവന്ന് പത്തനംതിട്ട SP ഓഫീസിൽ കൊണ്ട് പരാതി കൊടുത്തു. അവരെ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ആശ്വാസത്തിൽ ഇപ്പോൾ ഇരിക്കുകയാണ്. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി. പ്രവീൺ, എപ്പോഴാണ് ഈ അമ്മയും മക്കളെയും കാണാതായത്? ബസ് കയറുന്നതിന്റെയും ഇറങ്ങുന്നതിന്റെയും ദൃശ്യങ്ങൾ എവിടെയാണ് ഇവർ ഇറങ്ങിയത്? സ്മൃതി, ഈ റീനയെയും 2 പെൺമക്കളെയും കാണാതായതിനെ സംബന്ധിച്ച് ബന്ധുക്കൾ ജില്ലാ പോലീസ് മേധാവിക്കും ഒപ്പം തന്നെ തിരുവല്ല പുളിക്കീഴ് പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട്. പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ഈ CCTV ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. 11 ദിവസമാകുന്നു ഇപ്പോൾ ഈ അമ്മയെയും 2 പെൺമക്കളെയും കാണാതായിട്ട്. ഇത്രയും ദിവസം ഒരു വിവരങ്ങളും ലഭിച്ചിരുന്നില്ല. റീനയുടെ ഭർത്താവ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഇവർ ആലന്തുരുത്തി എന്ന സ്ഥലത്ത്, അത് തിരുവല്ലയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ്, അവിടെ വാടകയ്ക്കാണ് ഈ ഭർത്താവിനോടൊപ്പം താമസിച്ചിരുന്നത്. പക്ഷേ ഈ റീനയെയും മക്കളെയും കാണാതായതിനു ശേഷം 2 ദിവസങ്ങൾക്ക് ശേഷം ബന്ധുക്കളെ ഈ ഭർത്താവ് അനീഷ് എന്ന ആൾ അറിയിക്കുകയായിരുന്നു. അപ്പോൾ കുടുംബാംഗങ്ങൾ തന്നെ ചോദിച്ചു, 2 ദിവസമായി ഭാര്യയെയും മക്കളെയും കാണാതായിട്ട് പോലീസിലൊന്നും പരാതി നൽകിയില്ല, എന്തിനാണ് 2 ദിവസം ഇത് മറ്റുള്ളവരെ അറിയിക്കുന്നത് വൈകിപ്പിച്ചത് എന്ന കാര്യമൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ അതിനൊന്നും അനീഷ് ഉത്തരം നൽകിയിട്ടില്ല. പിന്നീട് കുടുംബാംഗങ്ങളാണ് പോലീസിനെ അറിയിച്ചത്. ഈ ആലന്തുരുത്തി എന്ന സ്ഥലത്ത് നിന്നും, ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന ആ സ്ഥലത്ത് ആലന്തുരുത്തി പാലത്തിൻ്റെ അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ നിന്നും സ്വകാര്യ ബസ്സിൽ കയറുന്നതിൻ്റെ ദൃശ്യം ലഭിച്ചിട്ടുണ്ട്. അത് പിന്നീട് ആ ബസ് തിരുവല്ല ബസ് സ്റ്റാൻഡിൽ എത്തുമ്പോൾ അതിൽ നിന്നും ഇറങ്ങുന്നതായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, ഈ അമ്മയും 2 പെൺമക്കളും. പിന്നീട് അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് വ്യക്തതയില്ല. ചിലപ്പോൾ തിരുവല്ലയിൽ നിന്നും മറ്റേതെങ്കിലും ബസ്സിൽ കയറി ദൂരത്തേക്ക് വല്ലതും പോയതാണോ, അങ്ങനെയുള്ള സംശയത്തെ തുടർന്നുള്ള അന്വേഷണങ്ങളെല്ലാം സംസ്ഥാനമെമ്പാടും തിരുവല്ല പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഈ CCTV ദൃശ്യങ്ങൾ അടിസ്ഥാനമാക്കി ഇപ്പോൾ അന്വേഷണം തുടരുന്നുണ്ട്. 3 വർഷങ്ങൾക്ക് മുമ്പ് തിരുവല്ല കുടുംബ കോടതിയിൽ ഈ കാണാതായ ഈ പെൺമക്കളുടെ അമ്മ ഒരു പരാതി നൽകിയിരുന്നു. അത് ഭർത്താവിനെതിരെയുള്ള ഒരു പരാതിയായിരുന്നു. പിന്നീട് ഇരുവരെയും തമ്മിൽ ഒരുമിച്ചിരുത്തി കുടുംബ കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും അത് രമ്യതയിലാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് വാടക വീട്ടിൽ ഇവർ കഴിഞ്ഞു വന്നിരുന്നത്. ഇതിനടുത്ത് തന്നെ ഇവരുടെ ബന്ധുക്കളും താമസിക്കുന്നുണ്ട്. ഏതായാലും പോലീസ് അന്വേഷണം തുടരുകയാണ്.